സ്വർണ്ണ കൊയ്ത്തുത്സവം 2024 പ്രമാണിച്ച് കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങൾ. 1-ാം സമ്മാനം 2 പവൻ സ്വർണം, 2-ാം സമ്മാനം 1 പവൻ സ്വർണം, 3-ാം സമ്മാനം 1/2 പവൻ സ്വർണം. പാക്കിറത്ത് ജുവല്ലേഴ്സ്, പൂക്കോട്ടുംപാടം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റി പോസ്റ്റ് ഓഫീസിന് മുൻപിൽ മാർച്ച് സംഘടിപ്പിച്ചു. പൂക്കോട്ടുംപാടം പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന മാർച്ച് CPM അമരമ്പലം ലോക്കൽ സെക്രട്ടറി VK അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം 2004 അധികാരത്തിൽ വന്ന UPA ഗവൺമെന്റ് 60 ഇടതുപക്ഷ MLA-മാരോട് കൂടി പിന്തുണയോടുകൂടിയാണ് രാജ്യം ഭരിച്ചിരുന്നത്. 60 ഇടതുപക്ഷ MLA-മാരുടെ പിന്തുണയോടുകൂടി ഭരിക്കുന്ന സമയത്ത് ഇടതുപക്ഷം പിന്തുണ നൽകുന്നതിന് നൽകിയ ഉപാധികളിൽ ഒന്നാണ് തൊഴിലുറപ്പ് നിയമം നടപ്പിലാക്കുക എന്നുള്ളത്. മറ്റൊന്ന് വിവരാവകാശ നിയമം നടപ്പിലാക്കുക എന്നുള്ളത്. ഇങ്ങനെ ചില മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷം അന്ന് കോൺഗ്രസ് നയിച്ച UPA ഗവൺമെന്റിന് പിന്തുണ നൽകിയത്. ആ ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരമാണ് ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ട് ഒരു തൊഴിലുറപ്പ് നിയമം നടപ്പാക്കുന്നത്. ഗ്രാമീണ മേഖലയിലെ പട്ടിണി പരിഹരിക്കുന്നതിന് ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട ആളുകൾക്ക് 100 ദിവസമെങ്കിലും തൊഴിൽ നൽകുന്നതിന് പര്യാപ്തമായ രൂപത്തിലാണ് അന്ന് ആ പദ്ധതി വിവക്ഷിക്കപ്പെട്ടത്. ആ പദ്ധതി വിവക്ഷിക്കപ്പെട്ട ആ സമയത്ത് തന്നെ ആ പദ്ധതിക്ക് വേണ്ടി ആ വർഷം തന്നെ 1 ലക്ഷം കോടി രൂപയാണ് അന്നത്തെ UPA ഗവൺമെന്റ് അതിലേക്ക് നീക്കിവെച്ചത്. 2004 കാലഘട്ടത്തിൽ 1 ലക്ഷം കോടി രൂപ നീക്കിവെച്ച് തുടങ്ങിയ തൊഴിലുറപ്പ് പദ്ധതി 19 വർഷം പിന്നിടുമ്പോൾ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര ബജറ്റ് വിഹിതം കൂട്ടുക, തൊഴിലാളി ദ്രോഹ ജിയോ ടാഗ് ഉത്തരവ് പിൻവലിക്കുക, കൂലി കുടിശ്ശിക അനുവദിക്കുക, തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റ് നീക്കം ഉപേക്ഷിക്കുക, കൂലിയും തൊഴിൽ ദിനങ്ങളും വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടന്നത്. അമരമ്പലം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് പൂക്കോട്ടുംപാടം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന യോഗത്തിൽ അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇലക്കൽ ഹുസൈൻ, NREG വർക്കേഴ്സ് യൂണിയൻ ഏരിയ വൈസ് പ്രസിഡന്റ് അനിത രാജു അധ്യക്ഷയായി. ഏരിയ സെക്രട്ടറി P ശ്രീധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P ബിജു എന്നിവർ സംസാരിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി N മിനി സ്വാഗതവും പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ AK ഉഷ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. Real fruit power, real juices from Dabur.